ഇത് എന്താടാ എന്റെ നെറ്റ് ഷോകമാണോ? എനിക്ക് റീഫ്രഷ് ആവുന്നില്ല. ഇതാ ഇത് കണ്ട കണക്റ്റ് ആവുന്നില്ല. ഹലോ ഹലോ ഏ ഹലോ ഹലോ ബ്രോ അല്ല ഇതണ്ടാ ബ്രോ ഈ പയ്യനെ അറിയോ ബ്രോ? നോക്കട്ടെ നോക്കണേ. നോക്കട്ടെ. ഈ പയ്യനെ അറിയാം നോക്കളിയാ. ബ്രോ ഇതൊക്കെ ഒരു കാലം ബ്രോ. ഇതാണ് സ്നേഹം, ഇതാണ് നമ്മുടെ ചങ്കുകളുടെ കോലം നോക്കി. ആരത് ബ്രോ ആ പയ്യൻ? RP അറിയായിരുന്നോ? ഞാൻ ഇല്ല, നമ്മള് പ്രൈസ് സർവറല്ലേ, മറ്റേ സർവറിൽ നിന്ന് ഇറങ്ങിയതാ. അല്ലല്ല ഇന്ന് വന്നായിരുന്നു. ഇന്ന് അല്ലാതെ കയറി കളിച്ചായിരുന്നു ചോദിക്കുവായിരുന്നു. എന്ത് RP സിറ്റി കയറി? സിറ്റി കയറിയല്ലേ? ഇന്നലെ ഒരാൾ എന്നെ വിളിച്ചിട്ട് ഞാൻ ഇനി ഒന്നിനും ഇല്ലടാ, ഞാൻ മടുത്തു, ഞാനൊരു ഗ്യാപ്പ് എടുക്കുക, ഞാൻ ഒന്നിനും ചെറിയൊരു ഒരാഴ്ചത്തേക്കുള്ള ബാൻ വാങ്ങിച്ചിട്ട് ഇറങ്ങിയത്. ആണല്ലേ? നൈസ് ജോബ് ബ്രോ. നാളെ എത്തൂലേ? നാളെ നീ നാട്ടിലെന്നാ പറഞ്ഞേ? പിന്നല്ലാതെ ഞാൻ ഇവിടുന്ന് പോവാനാ? ഞാൻ നാട്ടിലല്ലേ, വീട്ടിലല്ലേ ഞാൻ. പീസിൽ വെള്ളം കയറിയെന്ന് കീബോർഡില് വേണ്ട. RP എല്ലാവരും ഉള്ളപ്പോൾ ചെയ്താൽ മതി. ഇല്ല ബ്രോ, ഇന്ന് അതിനുവേണ്ടി കൊത്തിയിരിക്കുന്ന കുറേ പേരുണ്ട്. അപ്പം നമ്മൾ ഉള്ളവരെ വെച്ച് ചെയ്യുമോ? ഇന്ന് എല്ലാവരുടെ അവൈലബിലിറ്റി. ഇന്ന് ഞാൻ വേറൊരു കാര്യം പറഞ്ഞാൽ, കണ്ണാപ്പിയുടെ പരിപാടി ഇതിൻ്റെ ഇടയ്ക്ക് വന്നുകൊണ്ട് കണ്ണാപ്പിയുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് ഓൾറെഡി കണ്ണൂരിൽ നിന്നൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ മന്ദാരം അവരൊക്കെ ഓൾറെഡി ഇറങ്ങി. മനസ്സിലായോ? അങ്ങനെ മന്ദാരം അല്ലല്ലോ, ആരൊക്കെയാ? സ്റ്റാലിന് സ്നൈപ്പ് അവര് അങ്ങനെ കുറച്ച് പേര്. ഇല്ലല്ലോ, ഉണ്ട്. ഇന്ന് ചെയ്തിട്ട് പോകുന്നുണ്ട്. ഇനിയിപ്പോ ഡിലേ ആക്കിയാൽ ശരിയാവില്ല ജോക്കി. അത് പറഞ്ഞു മാറ്റിക്കൊണ്ടിരുന്നത് ശരിയല്ല. നമുക്ക് വളരെ വെച്ച് ചെയ്യാം. നമുക്ക് പയ്യെ ഓരോരോ ഐഡിയ കൊണ്ടുവരാം, കുഴപ്പമില്ല. സിവിക് എടുത്തോ? ഞാനല്ല അത് സെഡർ എടുത്ത് സിവിക്, അതായത് Z1-ന്റെ മുതലാളിയില്ലേ, പുള്ളി എടുത്തതാണ്. സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം. ആൻഡ് ഞാൻ കുറേ നാളായി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം തരണം എന്ന് വിചാരിച്ചു. അപ്പോൾ TVയുടെ വകയായിട്ട് നിങ്ങൾക്ക് ഇതുവരെ ഒന്നും തരാൻ പറ്റാത്തത് കൊണ്ട് നമ്മളൊരു സാധനം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആദ്യം തരാൻ പോണത് ഇത് TV-ക്ക് വേണ്ടിയിട്ടാണ് ആദ്യം ഇത് ബിൽഡ് ചെയ്തത്. പക്ഷെ ഇത് ആദ്യം ഒരു 10 ബോക്സ് ഞങ്ങൾ ഗീവ് അവേ നിങ്ങൾക്ക് ഇത് കാണുന്ന നിങ്ങൾക്ക് തന്നതിന് ശേഷം ഫ്രീ ആയിട്ട്, പൈസ ഒന്നുമില്ല, ഫ്രീ ആയിട്ട് തന്നതിന് ശേഷം നമ്മള് തുറന്നു കാണിക്കാം. അതിനുശേഷം നമ്മള് ഇത് ഓണത്തിന് നമ്മുടെ TV-യിലെ എല്ലാ 50 മെമ്പേഴ്സിനും ഈ ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാവും. അതിന്റെ കൂടെ ആദ്യം നിങ്ങൾക്കായിരിക്കും ഞങ്ങൾ ഈ ഗിഫ്റ്റ് ബോക്സ് തരുന്നത്. സോ ഇത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ലൈവ് ഇട്ട് നാളെ എത്തൂലേ? നാളെ എത്ത് കണ്ണാപ്പി. സോ ഇതാണ് ഗിഫ്റ്റ് ബോക്സ്. AKFX TVA. AKF ആണ് നമ്മുടെ ഓണപ്പരിപാടി കഴിഞ്ഞ വട്ടം ഹോസ്റ്റ് ചെയ്തത്. ഈ വട്ടം അവരാ ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു ഗീവ് അവേ ആയിട്ട് തരാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ്. ഇത് ഞങ്ങളുടെ കുറച്ച് മെർച്ച് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ചെയ്ത ഒഫീഷ്യൽ മെർച്ച് അല്ല, ഇത് അവർ ചെയ്ത മെർച്ചാണ്. സോ ഇതിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു 3 ടീഷർട്ട്സ് ഉണ്ടാവും. ഒരു നോർമൽ ഒരു സാധാ ഒരു ടീഷർട്ടും, പിന്നെ AKF-ൻ്റെ ഒരു ടീഷർട്ടും, പിന്നെ TVയുടെ ഒരു ഹുഡി. TVയുടെ ഈ ഹുഡി, TVയുടെ ഈ ഹുഡി ഉണ്ടാവും. സോ അപ്പോൾ ഇതൊരു 10 പേർക്ക് ഞങ്ങൾ ഞാൻ ഗീവ് അവേ ആയിട്ട് ഒരു ചെറിയ പോസ്റ്റ് ഇടും. അവരിടുന്ന ദിവസം ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ ഇത് അവർ ചെയ്ത പറിച്ചാ. അപ്പോൾ എനിക്ക് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ നോക്ക്. ഞങ്ങളുടെ ഒഫീഷ്യൽ മെർച്ച് അല്ല ഇത്. ഞങ്ങളുടെ ഒഫീഷ്യൽ മെർച്ച് ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഞാൻ അൻവിൻ്റെ ഒക്കെ കൂടെ തുടങ്ങാനിരുന്ന അതിനകത്താണ് ഇതിൻ്റെ ഒഫീഷ്യൽ മെർച്ച് നമ്മൾ കൊണ്ടുവരാനിരുന്നത്. പക്ഷേ എന്താ പറയുക, അത് അങ്ങനത്തെ ഒരു രീതിയിൽ ഇതായി പോയപ്പോഴത്തേക്കിനും എനിക്കത് ചെയ്യാൻ താല്പര്യമായിരുന്നു. ഇപ്പം ഞാനത് വിനീതിൻ്റെ പേരിലോട്ടും എൻ്റെ പേരിലോട്ടുമായിട്ട് കംപ്ലീറ്റ്ലി ആ കമ്പനി ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അതിപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അതിൻ്റെ സ്റ്റാറ്റസ് ഇതുവരെ മാറിയിട്ടില്ല. മാറിയതിന് ശേഷമേ ഞാനത് ലോഞ്ച് ചെയ്യുള്ളൂ. ആ ഒഫീഷ്യൽ മെർച്ച് അത് കുറച്ച് അടിപൊളി മെർച്ച്, അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. അത് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഗീവ് അവേ പോസ്റ്റ് ഞാൻ എന്തായാലും സ്റ്റോറി ആയിട്ട് ഇടാൻ വന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് തരാം കേട്ടോ. ഇതിൽ ഇപ്പം എൻ്റെ 10 എണ്ണം ഉണ്ട് ആ ബോക്സ് സെയിം. ഓക്കെ, ക്യാഷ് അത് തരാമെന്ന്. ക്യാഷ് ഒന്നും വേണ്ട എടാ, അത് ഗീവ് അവേ ആയിട്ട് അവർ കൊടുക്കാൻ പറഞ്ഞതാണ്. ഇത് എൻ്റെ ഗീവ് അവേ അല്ല, അതാ പ്രശ്നം. അപ്പൊ എല്ലാവർക്കും വെൽക്കം. എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. എന്താ കണ്ണപ്പി എന്താ പറഞ്ഞേ? നാളെ ഫ്ലെക്സും ചെണ്ടമേളം ഒക്കെ ഉണ്ട് കേട്ടോ. ചെണ്ടമേളോ? എത്ര മണിക്കാ പരിപാടി? ആനയൊക്കെയുണ്ടോ? ആനയൊന്നുമില്ലണ്ണ, ആന ട്രൈ. നീ ലൈവ് ഇടുവോ ഞാൻ ഇടണോ?
അണ്ണൻ ഇട്ടാ മതി, ഞാൻ ഇവിടെ ഇടാനാ. ഞാൻ വേണ IRL റിക്കൊക്കെ തന്നെ നിനക്ക് വേണം, ഇടുന്നെങ്കിൽ ഇട്ടോ. ഇല്ല, അണ്ണനിട്. നിങ്ങൾ എന്തിനാ അടി വിടുന്നേ? ഞാനിടാം. നീ ഇടണ്ട. അണ്ണ ഇടണേ അണ്ണാ, ഞാൻ അണ്ണൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞില്ലേ അണ്ണ ഇടണം. എടാ വൈഫൈ ഒക്കെ സെറ്റ് അല്ലേ അവിടെ? വൈഫ് എല്ലാം സെറ്റാ. വൈഫോ വൈഫൈ എല്ലാം സെറ്റാ. നീ എന്തിനാടാ തിരുവനന്തപുരത്തുള്ള അവളെ വിളിച്ചിട്ട് ഇതിന് വരണം എന്നൊക്കെ പറഞ്ഞത്? സ്നേഹം കൊണ്ട്, നമുക്ക് ചേച്ചിയുടെ സ്ഥാനത്തേക്ക് ആൾക്കാർ കുറവല്ലേ. ചേച്ചിയുടെ സ്ഥാനത്തേക്ക് ഇപ്പൊ വന്ന് പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ ഇന്ന് രാത്രി വണ്ടി ഓടിച്ച് ലൈവും കഴിഞ്ഞ് തിരുവനന്തപുരത്ത് പോയി അവളെ വിളിച്ചോണ്ട് അവിടെ വരുന്ന കാര്യം പോസിബിൾ ആണോ? അല്ല, പോസിബിൾ അല്ല. ഞാൻ അറിഞ്ഞില്ലല്ലോ ചേച്ചി തിരുവനന്തപുരത്താന്ന്. വണ്ടിയില്ലടാ പോവാൻ നമുക്ക്. പോക്കോ ചോക്കി എനിക്കോ ട്രിവാൻഡ്രം വരെ ഓടിച്ചു വന്നിട്ട് തിരിച്ചു ഇവിടെ വരാൻ. നിന്നെ എടുക്കാൻ ഞാൻ, നിന്നെ എല്ലാരും എടുക്കാൻ ഞാൻ. വരുന്ന വഴി കുണ്ട്ര നിർത്തി എന്നെ കൂടെ എടുക്കുക. കുണ്ട്ര നിർത്തി ഞാൻ കുറച്ച് നിന്നെ എടുത്ത് അവിടെ നിന്ന് കുറച്ച് കുണ്ട്രന്ന് കുറച്ച് അണ്ടിയും മേടിച്ചു തരാം. എന്തൊക്കെയാണെന്ന്. ബസ്സാ ഇത്, ബസ്സാ. ഞാൻ വണ്ടി ടാക്സി സർവീസ്. അതാ മൈക്ക് എന്തോ പരവരെ പോലെ ഉണ്ട്. അത് എന്റെ മൈക്കല്ല, വേറെ. ഇതിവിടെ ഇത് ഞാൻ കൂട്ടിയിട്ടിരിക്കുവാണോ? നീ AKG ഞെടുത്ത് പറയല്ല, അത് എന്റെ മൈക്കാ. അത് കേട്ടാ, AKG P4 അത് എന്റെ മൈക്കാ, എന്റെ മൈക്കാ, അത് എന്റെ മൈക്കാ, എന്റെ അത് എന്റെ ചോര നീര് എന്റെയാ. എല്ലാ ദിവസവും അളിയാ. വേറൊരു കാര്യം, കണ്ണാപ്പുഴ വീട്ടിൽ നിന്ന് വലിയ ദൂരമില്ല എന്റെ അടുത്തോട്ട്. സ്നേഹം കൊണ്ട് ഇങ്ങോട്ടൊന്നും വരില്ല. അവിടെ വന്ന് പങ്കെടുത്തിട്ട് പൊക്കോണം. ഇവിടെ ആണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ അൺബോക്സ് ചെയ്യാൻ വെച്ചിരിക്കുക. അണ്ണാ പിന്നെ എന്തേലും റൂമിലൊക്കെ വെക്കാൻ എന്തേലും കൊണ്ടുവരണോന്ന് ഞാൻ പറയത്തില്ല. പറയത്തില്ല, അതൊന്നും ഗിഫ്റ്റ് ഒന്നും വേണ്ട. നിനക്ക് റൂമിൽ വെക്കാൻ ഗിഫ്റ്റ് ഒന്നും വാങ്ങിയില്ല. ഞാൻ പറയാം കണ്ണാപ്പി, നിനക്ക് ഈ പരിപാടിയൊക്കെ വരുമ്പോഴത്തേക്കിന് എല്ലാരും ഇങ്ങനെ ഓരോ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവരുമല്ലോ. അതിന്റെ റാപ്പും മറ്റേ ഇതും എല്ലാം അവിടെ വീഴാതിരിക്കാൻ വേണ്ടിട്ട് അത് പറക്കി വെക്കാൻ ഞാൻ ഈ അൺബോക്സ് ചെയ്ത സാധനങ്ങളുടെ കാർഡ് ബോർഡ് എല്ലാം കൊണ്ടുവരാം. ഡ്രീമർ ഞാൻ കാര്യം ചെയ്യട്ടെ, ഇവിടെ പിറന്നാളുമല്ലോ ഗിഫ്റ്റ് കൊണ്ടുപോകാൻ. ഗിഫ്റ്റ് ഒന്നും വേണ്ട. ഈ വെളിയില് ഇങ്ങനെ ലെറ്റർ ഒക്കെ വെച്ചുള്ള എഴുത്തുണ്ട് പരിപാടി. അതില് ലെറ്റർ ഒക്കെ മേടിച്ച് എന്തേലും സംഭാവന ഇട്ടാ മതി. പിരിവൊക്കെ ഉണ്ടേ. ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്, നിങ്ങളുടെ ഞാനൊരു കാര്യം പറയട്ടെ. ഇവൻ ഗെയിമിംഗ് റൂം ഏകദേശം ഒരു 3 ലക്ഷം രൂപയ്ക്ക് പ്ലാൻ ചെയ്തിട്ട് ഒരു 5 ലക്ഷം രൂപയുടെ ഗിഫ്റ്റ് ആണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരുടെ അടുത്തൂടെ. മനസ്സിലായ? അതായത് ഒരു റൂം പണിതിട്ട് ആ റൂമിൽ ഫില്ല് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ മറ്റേ വീട് പണിതിട്ട് പാലുകാച്ചിന് കിട്ടുന്ന ഗിഫ്റ്റ് ഫില്ല് ചെയ്യുന്ന പരിപാടി ഇല്ല, സെയിം. ഒരു ഗെയിമിംഗ് റൂം പണിത് ബ്ലാങ്ക് ആയിട്ട് പണിത് ഒരു PC മാത്രം എടുത്ത് വെച്ചിട്ട് ബാക്കി സാധനങ്ങൾ, ടോയ്സ്, കളിപ്പാട്ടം ഇതെല്ലാം ബാക്കിയുള്ളവരുടെ അടുത്തത് കളക്ട് ചെയ്യാന്നുള്ള ഒരു പരിപാടിയാണ് ഇപ്പൊ നാളെ നടക്കാൻ പോണം. ഇത് കല്യാണമാണ് സത്യം. കണ്ണാപ്പി വരുമോന്ന് തന്നെ ഉറപ്പില്ല. അതിന്റെ കൂടെ സാധനം ഒന്നും വാങ്ങിച്ചോണ്ട് വരാൻ വയ്യ. കുഴപ്പമില്ല. കണ്ണാപ്പി വൈകിട്ട് DJ ഉള്ള കാര്യം പറഞ്ഞായിരുന്നു ഇവരുടെ എല്ലാം. DJ ഉണ്ട്. അച്ഛൻ അല്ല, അച്ഛന്റെ ഒക്കെ ചെണ്ടമേളം ഉണ്ട്. നാളെ ഇത് കൊണ്ടുവരട്ടെ, മാർഷൽ കൊണ്ടുവരട്ടെ നാളെ. മാർഷൽ കൊണ്ടുവരണം കേട്ടാ. അവന്റെ പരിപാടിക്ക് നീ എന്തിനാ എല്ലാവർക്കും സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ. നീ ആ സാധനം കൊണ്ടുപോയിട്ട് വീട് പൊളിക്കാനാ? അളിയ വീട്ടിലല്ല അളിയ പരിപാടി. ഇവന്റെ വീട്ടിൽ നിന്ന് 35 കിലോമീറ്റർ ഉണ്ട് പരിപാടി നടക്കുന്നിടത്തോട്ട്. 40 കിലോമീറ്റർ ഉണ്ട്. 40 കിലോമീറ്റർ ഇവന്റെ വീട്ടിൽ നിന്ന്. എല്ലാവർക്കും ലോഡ്ജാണ്. തരങ്കണി ലോഡ്ജ്. തരങ്കണി ലോഡ്ജ്. അവിടെ വന്നിട്ട് പോകട്ടോ. ഞാൻ വീട്ടിൽ അമ്മയെ കാണാൻ എനിക്ക്. എടാ അത് കഴിഞ്ഞിട്ട് പോവാളി അടുത്ത ദിവസം രാവിലെ. ഞാൻ കൊണ്ടുപോയില്ല നിന്നെ. ഇല്ല, നിന്നെ വിശ്വാസമല്ല. സ്റ്റേ ഉണ്ടോ? സ്റ്റേ ഒന്നും ഇല്ല. സ്റ്റേ ഒന്നും പറ്റും. എന്താണ് ഇത്? പിന്നെ 250 രൂപ പെർ പേഴ്സൺ കൊടുത്തു ഞാൻ. ഫോട്ടോ ഉറപ്പ് വരുത്തട്ടെ. ഗ്രൂപ്പ് ഇടാൻ. നല്ല കിടലശയ അടിപൊളിയാ. സൗണ്ട് ഒന്നും ഒരു പ്രശ്നമില്ല. കിടലശയ. പിന്നെ എയർബിഎൻബിയാ. അണ്ണാ പിന്നെ അണ്ണന്റെ ഒരു കട്ടൗട്ട് വെക്കുന്നുണ്ട് ഇങ്ങനെ വീട്ടിലോട്ട് തിരിയുന്ന വഴി കാണിക്കുന്ന പോലെ. പൊന്ന് കണ്ണാപ്പി ദയവ് ചെയ്ത് എന്നെ ഒന്നും ഫോട്ടോയില് വെക്കല്ലേടാ, ദയവ് ചെയ്ത്. ഞാനേ ഇതുപോലെയാണ് എന്നെ കഴിഞ്ഞ മാസം ഒരുത്തൻ കട ഇനാഗുറേഷൻ എന്ന് പറഞ്ഞ് കൊണ്ടുപോയത്. ആ ബോബോയ്
കട ഇപ്പൊ അവിടെ ഉണ്ടോ? ആ കട പൊളിച്ചു മാറ്റി. അതിപ്പോ സലൂണാ, അതിപ്പോ മുടിവെട്ട് കടയാ. അതിപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഒന്നുമല്ല, അത് മുടിവെട്ട് കട. അവിടെ തുണ്ട് പിടിച്ചില്ലേ, അവിടെ ഡെസ്ക് പിടിച്ചില്ലേ കമ്പി. ഇനാഗുറേഷൻ എന്ന് പറഞ്ഞ എന്നെ ഒരു കടയെ കൊണ്ടിരുത്തി. എന്നിട്ട് ഞാനാണ് വിശന്ന് കീറി വന്നിട്ട് ഞാൻ പറഞ്ഞ ഒരു ഷോറൂം വരും. ഞാൻ പറഞ്ഞാ എനിക്ക് പെട്ടെന്ന് ചെയ്തിട്ട് പോകണം. ആ കടക്കാരുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു ഇപ്പം. കടക്കാരുടെ ഇത് ജനനായകന്റെ സീഡ് ഇറക്കില്ലണ്ട അതിന്റെ അടിയിൽ സീഡ് നോക്കി ഓർഡർ നിന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫസ്റ്റ് ചെയ്തത് ഇതാണ് ജനനായകൻ. 30 രൂപ വാടകയ്ക്ക്. അയ്യോ അണ്ണാ ഞാൻ വലുതായിട്ടൊന്നും ചെയ്തില്ലണ്ണാ. അണ്ണന്റെ ഒരു ഫ്ലെക്സ് വെച്ചെന്ന് വെച്ചാൽ ഇങ്ങനെ എന്റെ വീട്ടിലോട്ട് തിരിയുന്ന വഴിയാന്ന് കാണിക്കുന്ന പോലെ ഇടത്തോട്ട് ഇങ്ങനെ ഒരെണ്ണം കാണിച്ചു. എത്ര മണിക്കാ പരിപാടി എക്സാക്ട്? ഡിസ്പ്ലേ എന്ന് പറഞ്ഞ കാണിക്കത്തില്ലേ ലുലുവില്, അതേപോലെ അണ്ണാ. എടാ ഇത് എത്ര മണിക്കാ എസ്കേപ്പ് എന്ന് പരിപാടി? 4 മണിക്ക് പരിപാടി. 4 മണിക്ക് ഗെയിമിംഗ് റൂം റിവീല്. വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ടോ അതോ നീ IRL കൂടെ ആണോ റിവീൽ ചെയ്യുന്നേ? IRL റിവീൽ ചെയ്യണം, വീഡിയോ ഒക്കെ പിന്നീടാ. ഒന്നും കുഴപ്പമില്ലണ്ണാ. ഓക്കെ. അപ്പൊ IRL റിവീല് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അച്ഛനും അമ്മയുടെ അടുത്തൊക്കെ സംസാരിച്ച് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു. കാരണം ഈ ഗെയിമിംഗ് റൂം റിവീലിന്റെ സമയത്ത് നമ്മൾ അച്ഛനും അമ്മയും കൊണ്ട് പോയത്തിപ്പെടുന്ന ഒരു ട്രെൻഡ് ഞാൻ കൊണ്ടുവന്നതാണ് കുറച്ച് നാൾക്ക് മുമ്പ്. അതും നമ്മൾ അച്ഛൻ്റെ അടുത്ത് ഇന്ന് മോനെ കുറിച്ച് മോട്ടിവേഷൻ ഒക്കെ ചോദിക്കണേ വീഡിയോക്ക് വേണ്ടി. അതേ ചോദിക്കാം. എത്ര മണി വരെ ഉണ്ടാവും? സമയം പോലെ അല്ല ഇവിടെ പറഞ്ഞ സാർ ഒരു 6 മണി. അപ്പൊ ഞാനേ ലുലുല് ഫ്ലാറ്റ് സെയിൽ അടപ്പുണ്ടേ 50. അപ്പൊ ഞാനേ എന്തായാലും ബെഡ്ഷീറ്റോ ഉണ്ടാവൂലേ ബ്രോ? ഇപ്പൊ ലിസ്റ്റ് ഇട്ടേക്കുന്ന എത്ര പേരാടാ? 30 പേരോ? 2 മണി വരെയാണോ? എടാ അതല്ലടാ ഈ മണ്ടാ അതാ അങ്ങനെ 30 പേരല്ലേ? 30 പേര് കേസ് എല്ലാരും ഉണ്ടാവല്ലോ. ആ ലിസ്റ്റ് എവിടെടാ കണ്ണാപ്പി? ഇത് അണ്ണാ 25 ലിസ്റ്റ് തൊട്ട് മേലെ കിടപ്പുണ്ടണ്ണാ. ഇല്ല 25 പേരാ, 30 പേരില്ല. 25 പേരേ ഉള്ളൂ. കണ്ണാപ്പി, SRK, രായം, ബാലന്, സക്കീർ, LX, ബോബോയി, അമ്പത്തൂര്, ജുഗുറു, ഞാന്, നിഞ്ച, ജൂഡ്, ഡീമൻ, അപ്പുക്കുട്ട, സ്റ്റാലിന്, സ്നൈപ്പ്, ആഷ്, ഓക്സി, സെക്കൻ, ബ്രാവോ, നീലൻ, ഡോർക്കി, ബീഡി, മന്ദാരൻ, ചന്ദ്രൻ. നീലില്ല, അലക്സും ഇല്ല. അണ്ണാ ബോബുണ്ട്, മാമനുണ്ട്, സ്റ്റീവ് ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്. മാമൻ, സ്റ്റീവ് അങ്ങനെ കുറച്ച് പേര്. അപ്പൊ 30 ഞാൻ പറയണ എല്ലാരും കൂടി ഉള്ളപ്പോ RP ചെയ്യുന്നതാണ് അതിന്റെ ഒരു ബ്യൂട്ടി. തള്ളക്കി വിളിക്കുക. എനിക്ക് പോവാന്നൊക്കെ അല്ല എനിക്ക് കുഴപ്പമില്ല. ജോക്കിക്ക് എവിടെ ഫ്ലാഷ് സെയിൽ നടക്കുന്നില്ല. ഇത് ഞാൻ പറയണത് അതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് എല്ലാരും ഉള്ളപ്പോഴേ. നിങ്ങൾ വിട്ടോ ഞാൻ ഇത് ചെയ്യുമായിരുന്നു. ചെയ്യാൻ പറ്റുമോ? ചുമ്മാ പറഞ്ഞല്ലേ ഞാൻ ഇമോഷണലി തറല്ല ജോക്കി, ഞാൻ ചെയ്യുവാ. നീ വരണ്ട. നിങ്ങള് ഫ്ലാറ്റ് സെയിലിൽ പോയി ചട്ടിയും പ്രായം ഒക്കെ മേടിക്കും, ഒരു പ്രശ്നമില്ല. എനിക്ക് പ്രശ്നമില്ല. നമ്മളുണ്ട് സിറ്റിയില്. ഞാനുണ്ട് പറഞ്ഞ വാക്കാണ്. ഇന്നലെ തൊട്ട് നമ്മള് റെഡിയാണ്. ആഡിസയിലാണല്ലോ ഈകളെ ഞാനൊരു കാര്യം പറയടാ. അന്ന് ട്രിവാൻഡ്രത്ത് അവളെയും കുഞ്ഞിനെ വിളിച്ചിട്ട് നമുക്ക് പോകാം. ജോക്കി കൊച്ചിനെ മറ്റന്നാ മൊട്ടയടിക്കാൻ കൊണ്ടുപോകണം. ജോക്കി തിരിച്ചു കൊണ്ടുവിടുവോ പൂവാറ് വരെ? പിന്നെ കാര്യം പറയട്ടെ, ഞാൻ പോണില്ല. ഇല്ലല്ല അളിയാ, എനിക്ക് മറ്റേ മോശയുടെ വീഡിയോ ചെയ്യണോ അളിയാ? ഞാൻ അത് ചെയ്തോണ്ടിരിക്കുവാ. ചെറുക്കനെ കൊണ്ട് മുട്ടയടി വരും, മോശമൊക്കെ പിന്നെയും വരും. ഒന്ന് ചെറുക്കനെ പോലത്തെ ഇനിയും വരും. മോശ എങ്ങനെയാണോ? പിന്നെ അല്ല ഇതെല്ലാം അവളായിട്ട് ഇപ്പൊ വരും. ഇതിന്റെ ഇരിക്കാൻ ഇപ്പൊ കത്തി വെച്ച് കെട്ടി ഇപ്പൊ വരും ബസ് കയറി. സ്ക്രീൻ ഓഫ് ഈ ചന്ദ്രനും കൂടി കൊടുക്കായിരുന്നല്ലോ ടാസ്ക്. ചന്ദ്ര പോയിട്ട് ഗൈസ് ഞാൻ വേറൊരു കാര്യം പറയാം. ഇവിടെ ഇപ്പം ഞങ്ങള് വേറെ ആർപ്പിയും കാര്യങ്ങളൊക്കെ ഇട്ട് ഞങ്ങളുടെ കാര്യങ്ങളായിട്ട് ഇടാ. നിങ്ങൾ സിറ്റി വേണ്ട, സിറ്റി കാണാൻ പറ്റും. അതിന്റെ ഇടയ്ക്ക് വന്ന് വേറെ വർത്താനം ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നീ ഇവിടെ ഇരുന്ന് കുണച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ. മനസ്സിലായി? നിനക്കൊക്കെ പട്ടി വില ഇന്നോട്ട്. ലാസ്റ്റ് ലൈവ് ഞാൻ പറഞ്ഞതുപോലെ പട്ടി വില. അപ്പോൾ വെറുതെ ഇരുന്ന് നിൻ്റെയൊക്കെ സമയം മെനക്കെടുത്താന്നല്ലാതെ വേറെ ഒന്നിനും ഞാൻ പറയാൻ പോകുന്നില്ല. അത് ഒരു സമയം കഴിയുമ്പോൾ നിനക്കൊക്കെ മനസ്സിലാവണം, ബാധിക്കുന്ന പോലും ഇല്ല നമ്മളെ തോന്നുന്നു. മനസ്സിലായേ? ഓക്കെ, നോട്ട് ദ പോയിന്റ്.
ഡൈവോഴ്സ് ആയോ? ഡൈവോഴ്സിന്റെ സ്പെല്ലിംഗ് ആണ് DIVERSE. അത് എന്താ അത്? അതാണ് ഡൈവോഴ്സ് ആയത്. ഡൈവോഴ്സ് ആകുമ്പോൾ ഞാൻ കാണിക്കാം ഇതിനകത്ത്. ഓരോ പ്രശ്നങ്ങളെ. ദേവട്ടൻ്റെ മുടി വെട്ടണം കൈസ്, മുടി വെട്ടാൻ കൊണ്ടുപോകാള് മറ്റന്നാ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ എറണാകുളം പോകും. പിന്നെ കുറച്ച് നാൾ എറണാകുളത്തായിരിക്കും. ഈ സെറ്റപ്പുകളൊക്കെ അവിടെ ചെയ്യണം. ഈ സ്ട്രീമിംഗ് സെറ്റപ്പ്, മറ്റേ സിമുലേറ്റർ സെറ്റപ്പ് അല്ല, അതാണ് ഇനി അടുത്ത ടാസ്ക്. ആ മറ്റേ ഡിവോഴ്സ് ആയതാണോ ചോദിച്ചത്? ഓക്കെ ഓക്കെ. എടാ അത് നമ്മളത് പറഞ്ഞു കഴിഞ്ഞ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നമ്മളിനി ഡ്രാഗ് ചെയ്യത്തില്ല, നീ സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് ഓൾറെഡി പറഞ്ഞു. ഇനി അതുകൊണ്ട് ഞാൻ ഇരുന്ന് സംസാരിക്കുന്നില്ല, എനിക്ക് താല്പര്യമില്ല, എനിക്ക് ആ ലൂപ്പിൽ പെടാൻ താല്പര്യമില്ല, വിട്ടു. അപ്പോൾ എല്ലാവർക്കും വെൽക്കം, എല്ലാവർക്കും വെൽക്കം, എല്ലാവർക്കും വെൽക്കം, 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 വെൽക്കം. ഗെയിം ക്യാപ്ചർ കാണാമോ നിങ്ങൾക്ക്? സ്ക്രീൻ വന്നോ? സ്ക്രീൻ വന്നോ? സ്ക്രീൻ വന്നോ? സ്ക്രീൻ വന്നോ? വന്നോ 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 വന്നോ? എന്താ പരിപാടി? ആ കണ്ണാപ്പിയുടെ ഗെയിമിംഗ് റൂമിൻ്റെ ഇനാഗ്രേഷൻ എന്ന് പറയാനായിട്ട് അങ്ങനെ വെച്ചാൽ അപ്പാപ്പനെ കണി കൊണ്ടാണ് ഇന്ന് തുടങ്ങുന്നത്. അതെ അതെ അതെ, ഐശ്വര്യത്തിന്റെ ദിവസമായിരിക്കും. പണ്ട് ഇതുപോലെ ഒരാൾ ഇതുപോലെ ഞാനിങ്ങനെ സ്പോൺ ആകുമ്പോൾ തന്നെ മുന്നിൽ കണ്ടിട്ടുള്ളത് ഒറ്റ ഒരുത്തിനെ, കണ്ണാപ്പിയെ. അന്നാണ് TG എന്നെ ഹോസ്റ്റേജ് കൊണ്ടുപോകുന്നതും നമ്മൾ TG ആയിട്ട് വാർ നോക്കുന്നതും. ഒരു വാറെന്തോ തോറ്റിട്ടുള്ളത് നമ്മൾ, ആ വാർ അന്നാ തോറ്റേ. സേഫാ, കാരണം ഈ സർവർ വേറെ ഗ്യാഗും ഇല്ല, ലീഡർ കോ ലീഡറിന്റെ. ഞാൻ അങ്ങനല്ല, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ. അതുപോലെ ഒരു നശൂലം സംഭവിച്ചു എന്ന് പറഞ്ഞതാണ്. അപ്പൊ അതുപോലെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ. എനിക്ക് വാസവന് ഒന്നും കൂടെ ഇറങ്ങി കയറാവോ? എന്താണ്? വേറെ ആരെങ്കിലും പിടിച്ചു നിർത്താ ഇവിടെ? അത് വേണ്ട വേണ്ടേ? ഇന്നത്തെ ഫുൾ വാസവന്റെ അതേ രൂപത്തിൽ ഇവിടെ നിർത്തിയാലോ? വാസവ വരുമ്പോ ഇന്നത്തെ ഫുൾ ക്രെഡിറ്റ് അപ്പാപ്പന്. അണ്ണാ ഇൻസ്റ്റയില് 1 മില്യൺ അടിച്ചു. ഇവൻ കോമയിലായിരുന്നാ? എടോ ഞാൻ 1 മില്യൺ അടിച്ചിട്ട് 4 മാസമായി. അവൻ വണ്ടർക്കിട്ട് കോമയിൽ നിന്നിട്ട് ചെറുക്കൻ. വാസവനെ പറ എന്തുണ്ട് വാസവനെ? എവിടാണ് എന്തോ വാസവനെ ഇത് ശബ്ദമൊക്കെ പുറപ്പെടുവിപ്പിക്കുന്നേ? എന്ത് ശബ്ദം? ചീപ്പ് കേട്ടാ. ഇത്രയും പ്രായമായില്ലേ നിങ്ങൾക്ക്? ഇത്രയും പ്രായമായില്ലേ അപ്പാപ്പ? എനിക്കാ വാസവനെ എന്നെ കിട്ടത്തില്ല അപ്പാപ്പ. ഞാൻ സത്യം പറയട്ടെ, നിങ്ങൾ പ്രായത്തിനൊത്തുള്ള ഒരു മെച്യൂരിറ്റി കാണിക്കാം അപ്പാപ്പ. മെച്യൂരിറ്റി ഇല്ല നിങ്ങൾക്ക്. എനിക്കോ? ഞാൻ മറ്റേ തൈലം തരട്ടെ, മെച്യൂരിറ്റി തൈലം. ഞാനിപ്പോ ഒരു മാസമായിട്ട് കഴിക്കുന്നില്ല. വിളിക്കുന്നത് ഇന്ന് തൊട്ടിയാ വീണ്. ഇതെന്താ അപ്പാപ്പ? ഇതൊക്കെ നിങ്ങളെ പറ്റി പരക്കെ ഒരു അലിഗേഷൻ ഉണ്ട് ഇവിടെ മൊത്തം. ഭയങ്കര പവർ ഗെയിമിംഗ് ആണെന്നൊക്കെ ഉള്ളത്. ഇതിപ്പോ എനിക്കിത് ഇത് പ്രൂവൺ ആക്കിക്കൊണ്ടിരിക്കണ കേട്ടാ. ഞാൻ എന്തിനാ വാസവൻ അങ്ങനെ ചെയ്യുന്നേ? പരക്കെ കമ്മ്യൂണിറ്റിയിൽ ഒരു സംസാരം ഉണ്ട്, നിങ്ങൾക്ക് പവർ ഗെയിമിംഗ് ഉണ്ട്, അതൊണ്ട് ഇതൊണ്ട് എന്നൊക്കെ. വാസവന് ഞാൻ അങ്ങനെ എന്തിനാ വാസവൻ ചെയ്യുന്നത്? വാസവൻ ഒന്ന് ആലോചിച്ചു. എനിക്കത് ഫീലായി തുടങ്ങി. എനിക്കത് ഫീലായി തുടങ്ങി. എന്ത് ചെയ്യാനാ വാസവന്? പലരുടെ പ്രഷറാണല്ലേ, എന്തിനു ചെയ്യാൻ പറ്റും? പ്രഷറാണ് പ്രശ്നം. ഇതിനെ കുറെ കുറേ ഉണ്ടായിരുന്നല്ലോ. ഇതാണല്ലേ അല്ല ഞാൻ ഒരാളെ വിളിച്ചപ്പോഴേ അപ്പാപ്പ ഫോറസ്റ്റ് കളിക്കാൻ വിളിച്ചപ്പോ ഒരാളിനോട് പറയുവാണേ, ഇല്ല ഞാൻ വൈകിട്ടത്തെ RPക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുവാണെന്ന്. ഒരേ ഒരാളെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അത് ഈ കാര്യത്തിലൊക്കെ ഞാൻ ഭയങ്കര ഇതാണ്. പോലും നീ ഒന്നിങ്ങനെ പഠിച്ചിട്ടുണ്ടാകത്തില്ല മറ്റേ. സത്യം പഠിക്കേണ്ടി വന്നു. എത്ര കോമഡി എഴുതിയെടുത്തത്? അതെന്താന്നറിയാ? കൊണ്ടുപോയി ഒന്ന് കഴിഞ്ഞുള്ളൂ. കൊണ്ടുപോയി
ആരെ പിടിച്ചു കയറ്റിയത് അതിനകത്ത്? അറിഞ്ഞൂടെ, ഞാൻ ആദ്യം കേറിയത് എന്നെ കത്തിച്ചു വിട്ടു. ഞാൻ ഇവിടെ നിന്നിച്ച് കിഡ്നാപ്പ് ചെയ്തേട്ടാ. ഇതിന് ആള് മറ്റേ പാലത്തിന്റെ കർമ്മ എന്ന് പറയണേ ഇതിനാണ് കർമ്മ. കണ്ടാ വാച്ചിനെ കൊണ്ടുപോയി ഇതിന്റെ ബാക്കിൽ അടങ്ങി ഒതുങ്ങിയിരുന്നല്ല. വലിയ ബഹളം അക്രമം ഒന്നും കാണിച്ചില്ല കേട്ടാ, കേറിയിരുന്നൊക്കെ പോയി. മുക്കിക്കാണ് 83 കയറടാ, 83 3 കയറി. എവിടെ പോയാ അവരുടെ തലമണ്ടയില് തേങ്ങ വീഴണേ. എന്താ അപ്പാ മറ്റേ പണ്ട് എന്റെ പൊന്നട തന്റെ അടുത്ത് 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ സിറ്റിയിലെ സാമാനം എടുത്ത് കളയുമ്പോ എന്റെ അടുത്ത് പറയണോന്ന്. ഇത് എനിക്കോ അവന്റെ ഇപ്പൊ ഇല്ലേ അതെന്നെ കളഞ്ഞു. ഉണ്ടെന്ന് കാണിച്ചാൽ നോക്കട്ടെ. നിന്റെ രായന്റെ മൈക്ക് മാറി കിടക്കോട്ടെ. രായന്റെ ഞാനെന്തോ ജോക്കിക്ക് എന്ത് പറ്റി? കസ്റ്റം പോയില്ലേ നിന്റെ സാധനം കാണുന്നില്ല. മറ്റേ സാധനം ഏത് പരിന്തോസം ഡ്രസ്സാ? എനിക്ക് തോന്നി ഡ്രസ് സെർവറിലില്ലെന്ന്. ഡിസ്ക്ലൈമർ ചെറുതാക്ക. അയ്യോ സോറി ഞാനത് 2K ഡിസ്പ്ലേയില് ഇതാക്കിട്ടെ ഇതിനകത്തോട്ട് വന്നപ്പോ വലുതായി പോയി. ഇല്ല ജോക്കി, ഞാൻ AFK ആയിരുന്നു. പറഞ്ഞു എന്ത് പറഞ്ഞേ? ഇവനെന്താ ചെയ്യുന്നത്? നിഞ്ച ചെറിയ ടെൻഷൻ എന്തൊരു ടെൻഷൻ എന്തിനാണ്? ഒരു ടെൻഷനും വേണ്ട. നമ്മള് കുറച്ച് ബിസിനസ് ഐഡിയകൾ കേൾക്കാൻ വന്നതല്ലേ, എന്തൊരു ടെൻഷൻ. അതൊക്കെ പിന്നെ നമ്മുടെ ഇനിയിപ്പോ നമ്മള് ഇപ്പൊ മറ്റേ സ്ഥലം തന്നെയാ, നന്നാക്കിയ സ്ഥലം തന്നെയാ. ഇനി നമ്മള് മാറ്റുമല്ലോ സിറ്റി കൊണ്ടുവരാനായിട്ട്. അപ്പൊ അതിന് നമുക്കൊരാളെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കണ്ടേ? പിന്നെ വിളിക്കണം. വണ്ടി കത്തുവാണേ. കാറിലെ വിളിക്കണോ? അല്ല വേറൊരാളാ. വേറെ ആരെ? കേരളത്തില് ഫേമസ് ആയ ഒരാളാ. കേരളത്തിലെ ഫേമസ് പറഞ്ഞാൽ നല്ല ഫേമസ്. അല്ലെന്ന് മറ്റൊരു പരുന്തൊക്കെ പേര് പറഞ്ഞു. ഈഗിൾ ഗെയിം. വിളിക്കാം, വേണേ പയ്യനെ വിളിക്കാം. കൊണ്ടുവരണം തിരക്കായിരിക്കും. അത് ചോദിച്ചോക്കാം. വേറൊരു പയ്യനുണ്ട്, ഡ്രീമർ ഗെയിമിംഗ്. കിടിലാണ്, വേണേ ആ പയ്യനാണെ ഫ്രീ ആണ്. എല്ലാ ദിവസവും ഫ്രീ ആണ്. ഇരിക്കോ ഇത് വാസുപോലല്ലാതെ പറയുമ്പോ ഇടിക്കാതിക്കുവോ? അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഏകദേശം എനിക്ക് കാര്യങ്ങൾ പിടികിട്ടി തുടങ്ങി. മനസ്സിലായ? വാസുപോല അത് അങ്ങനെ പറയരുത്. അത് എന്റെ കുഴപ്പമല്ല, മനസ്സിലായോ? അത് അവൻ എങ്ങോട്ടാ ഓടിയേ? നേരെ താഴോട്ട്. അവിടെ സംസാരിക്കുന്നുണ്ട. ചന്ദ്രൻ ഈ വഴി ഇല്ല ബാബു പറഞ്ഞ ബാബു കോഴിക്കടയിലാണടാ ഞാൻ വിളിച്ചായിരുന്നു. തിരിച്ചോ ചന്ദ്രന്റെ ബാക്കിൽ കാട്ടിൽ താഴെ അണ്ണന്റെ താഴെ ഈ കാട്ടില് ഇതിന്റെ അകത്തുണ്ട്. ബഗ് മാറിയോടാ? മാറിയോ? എന്ത് ഐക്യോടാ അതൊക്കെ? എടാ എല്ലാരും കേറാൻ പറയടാ. റേഡിയോ കണക്ട് ആക്കാത്ത എന്താടാ? കാണുന്നില്ല ആർക്കും. ചിലപ്പം ഡ്രസ്സൊക്കെ മാറ്റുമായിരിക്കും വാസുവിനെ. എടാ റേഡിയോ കണക്ട് ചെയ്യടാ. റേഡിയോ കണക്ട് ചെയ്യ. റേഡിയോയില് ആരുടെ ലൈവിലാണ് നീല് ഫേസ് റിവീൽ ചെയ്തോ? അവന് ഞാൻ പോലും കണ്ടിട്ടില്ല. ഇപ്പൊ കൊടുക്കാ. ഞാൻ കാര്യം പറയട്ടെ നിന്റെ അടുത്ത്.
എടാ അത് റെഡി ആക്കിയില്ലായിരുന്നോ? എനിക്ക് പ്രായമായി നിന്റെ പുറകിന് ഓടാനൊന്നും പറ്റത്തില്ല എനിക്ക്. ഒരു കാര്യം പറയാണ്ടാ. എത്തി. ആ ഹലോ, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് കേക്കണ്ട. അല്ലല്ല കാര്യമായിട്ടുള്ള കാര്യം. ഇങ്ങോട്ട് വാ. സീക്കമാരി എക്സ്ട്രാ ഇതാരാ അപ്പൊ സീക്കമാരി? ഇത് സീക്കമാരി ഒക്കെ ഇരിക്കുന്നത്. ഞാനൊരു ഗാങ്ങിന്റെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഞാൻ വന്നല്ലോ, താ ജോക്കി പറ. എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഈ ചന്ദ്രനെയൊക്കെ പിടിച്ച് ജഡ്ജിങ് പാനലിൽ ഇരുത്തുമ്പോൾ എനിക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാ പിന്നെ ജോക്കി ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണ്ട, ചന്ദ്രൻ ഞാനോട് ചെയ്തോളാം. Let's go! Let's go! Let's go! എന്തൊരു ജോക്കി? ഞാൻ വരുന്നില്ല. It's okay. ജോക്കി ചങ്കോളർന്ന കൂട്ടുകാരൻ വേണ്ട. അയ്യേ പെടങ്ങേശ് ഇങ്ങനെ എവിടെ ഇങ്ങോട്ട് നോക്കി ചന്ദ്ര ഇങ്ങോട്ട് നോക്കി. അവിടെ നോക്കി. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടാ? എന്നോട് പിണങ്ങി എക്സിറ്റ് അടിച്ചാ. എന്നോട് പറഞ്ഞു നിന്നെ പോലത്തെ അൺഎഡ്യൂക്കേറ്റഡ് ആൾക്കാരുടെ കൂടെ ജഡ്ജിങ് പാനലിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. അന്നേരം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാനും ചന്ദ്രൻ കൂടെ ചെയ്തോളാം. ഇറങ്ങിപ്പോയില്ലേ? 40 വയസ്സ് കൊച്ചുകളുടെ സ്വഭാവം. പിണങ്ങിപ്പോയി. അപ്പാപ്പനെ പോലത്തെ ഒരു അൺഎഡ്യൂക്കേറ്റഡ് ആളുടെ കൂടെ ഇരുന്ന് ഈ അഡ്മിറ്റ് പാനലിൽ ഇവിടെ ജഡ്ജിങ് പാനലിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ജോക്കി, എന്നാ പിന്നെ ഞങ്ങള് ചെയ്തോളാം. അപ്പൊ തന്നെ എക്സിറ്റ് അടിച്ച്. ആരാ വിളിക്കാൻ പോകുന്നത്? ഞാനതാ അമ്മ വിളിച്ചിട്ട് വരുമോ? ഇല്ല, ഇപ്പൊ തന്നെ വരും. അതോ? പിന്നെ അപ്പൊ അവിടെ നിന്ന് ഈ 50 വരെ ഉണ്ട്. ഇപ്പൊ വരും ജോക്കി, ഉറപ്പായിട്ടും. ഡ്രൈവർ വെച്ചാ പോരെ. പുള്ളി ലുലുമോളിൽ പോയെന്നാ പറഞ്ഞ എത്തിയാ. എന്റെ കൂടെ ഉള്ള ബാല ഇച്ചിരി ഡിലേ. അപ്പൊ നമ്മുടെ ബിസിനസ് ലാസ്റ്റ് പറഞ്ഞാൽ പോരെ? നമ്മളെ ഒന്ന് ആദ്യം വിളിക്കാം അണ്ണാ. ഓയ ടീമിനെ ഒന്ന് ആദ്യം വിളിക്കൂ. നമ്മളിവിടെ കറണ്ട് പോക്ക് ഇതൊക്കെയാണ്. ഓയോ ടീമാ? എന്റെ ടീമിന്റെ പേര് ടീം തരിപ്പൻ സാർ. നോക്കട്ടെ ടീമിന്റെ പേരുകളൊക്കെ നോക്കട്ടെ. അല്ലാതെ വായിക്കാം, അകത്ത് വായിക്കാം. വാ ജോക്കി കേറി വാ. നമ്മളെ ആദ്യം വിളിക്കണേ അണ്ണാ. ലാസ്റ്റ് ടീമാണ്. വിളിക്കാം. ഫസ്റ്റ് അതില് ആ ലിസ്റ്റിൽ ഇട്ടിരിക്കണ ഫസ്റ്റ് ടീം ലാസ്റ്റ് ടീം ഫസ്റ്റ്. എടേ നമ്മുടെ എല്ലാരും വന്നോടാ. എടാ നിഞ്ച വാടാ. എടാ എല്ലായിടത്തും ഒന്ന് റേഡിയോ കണക്ട് ചെയ്യാൻ പറയുവാടാ. റേഡിയോയിൽ ഇല്ലല്ലോ, ആരും കണക്ട് ചെയ്തിട്ടില്ല ഇപ്പൊ ഉള്ളവര് പോലും. കൊമ്പാച്ചൻ വന്നേക്ക് നമ്മുടെ ഇതിന്. ആര്? എവിടെ? കൊമ്പാച്ചൻ ഇത് കൊമ്പാച്ചനാണോ? നമ്മള് 4 പേരായ കുഴപ്പമുണ്ടാ. സബ്സ്റ്റിറ്റ്യൂഷൻ. നീയൊക്കെ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ലാസ്റ്റ് മിനിറ്റ് വന്ന് പേര് ആഡ് ചെയ്തതാണ്. നീ കളിക്കണ്ട. അല്ലല്ലേ അണ്ണാ, നമ്മള് പേര് ആഡ് ചെയ്യാത്ത പേരിന് ടീമിന്റെ പേര് കിട്ടണ്ടേ. പേര് കിട്ടണ അത്ര ബുദ്ധിമുട്ടായിരുന്നു. പേരെങ്കിൽ നീ വരണ്ടായിരുന്നു. ആണാ വിളിച്ച നമ്മള് 4 പേരാണ്. ഒരാള് സബ്സ്റ്റിറ്റ്യൂഷൻ. അണ്ണാ ഇല്ല, ഞാൻ സമ്മതിക്കില്ല. അണ്ണാ എന്താ അണ്ണാ? ഞാൻ സമ്മതിക്കില്ല. പേരെന്താ? ജോക്കി വന്നോ? അത് പറഞ്ഞുതരാം, എല്ലാം പറഞ്ഞുതരാം. അവിടെ എത്തിയിട്ട് എല്ലാം പറഞ്ഞുതരാം. നിങ്ങൾക്ക് തന്നെ എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റൂട്ടോ. അങ്ങനെ സെറ്റ് ചെയ്താണ്. അപ്പൊ അവിടെ ജോക്കിക്ക് ഫീലായി. വെറുതെ ഏതൊക്കെ. എടാ നിങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തോ? അപ്പാപ്പ ചന്ദ്രനും വാ.
ജോക്കി എന്തിയേ? ജോക്കി വാ ജോക്കി വാ എന്നെ പറ്റി അങ്ങനെ പറഞ്ഞത് ജോക്കി വാ ജോക്കി വാ ജോക്കി വാ 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 തുണി മാറാൻ പോയിട്ട് തുണിയില്ലാതെ വന്നേ. വാ വാ ചന്ദ്ര വാ 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 നമുക്ക് ഞാൻ ഒരു വണ്ടി എടുത്തിട്ട് വരാം ബ്ലൈൻഡ് ഈഗിളെന്ന് ഞാൻ ചാരി നിൽക്കുന്നുണ്ടായിരുന്നില്ലേ അവിടെ, ഞാൻ കണ്ടില്ലല്ലേ. കണ്ണാടി മാറ്റാനുള്ള സമയമായി. അല്ലെങ്കിൽ ഞാൻ ഇത്രയും നാൾ പറയുമായിരുന്നു എൻ്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല, ഞാൻ ഇത് വെറുതെ ഷോയ്ക്ക് വെച്ചിരിക്കുന്ന ക്ലാസ്സാണ്, ഇനി ശരിക്കും ക്ലാസ് വെക്കാനുള്ള സമയമായി. ഭാഗ്യം തട്ടിയില്ല. അപ്പാപ്പൻ കേറൂ. വാട്ടർ കൊടുക്കണേ. വെള്ളം ഫുഡും കിട്ടാരാ ഇതിനകത്ത് പയ്യെ തീരത്തുള്ളൂ. ജോക്കി കേറ്. ആ ചന്ദ്രനെ ഒന്ന് വിളിക്കുവോ ഗൈസ്? റോൾസ് റോയ്സ് ഒന്നും ഇവിടെ ഇല്ല. ഞാൻ നീകനെ നീ നീകനെ എന്തോ നീകനെ പ്രസവം എഴുപത്തിട്ട് വരത്തുള്ളൂ. ഇല്ല അവനെ കേറാൻ ഹെൽപ്പ് ചെയ്യാൻ സർവർ. അപ്പൊ സിറ്റിയില് നീ കൈ പിടിച്ച് കയറ്റണോ വലിച്ചു കയറ്റണോ? ഒരു കൈസഹായം എന്തൊക്കെ കേക്കണം. നീ നിന്റെ നീകനും കാരണം സിറ്റിയിൽ ഒരു സമാധാനമില്ല. നാട്ടുകാരുടെ മൊത്തം മണ്ടയിലും കേറി തോളത്തും കേറി പോലീസിനെ തെറി വിളിച്ച് ചന്ദ്ര ആ പാമ്പതിനൊന്ന് വലിച്ചു കൊടുക്കോ? അല്ല ഇതില്ലേ വലിച്ചു. എടാ നമ്മൾ അങ്ങോട്ട് പോയി അവിടെ പോകണ്ടേ? ഹലോ ആ നിങ്ങളൊരു വണ്ടി എടുത്തോ, ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോയതാ. ജോഗി ലുലുല് സെയിൽ ഉണ്ടെങ്കിൽ ജോഗി ഇപ്പോൾ തന്നെ വിട്ടോ. ജോഗി എന്റെ അടുത്ത് പറയോ, എനിക്കാണ് ആവശ്യമുള്ളത്. നീ പൊക്കോ. ഞാൻ അങ്ങനെ പോവെന്ന് വാസോണ്ട് തോന്നണ്ട. നീ പോടാ. അണ്ണ ഇവിടെ ഉയരോടയിക്കുമ്പോ ഞാൻ പോവും. എനിക്ക് ബിസിനസ് ഐഡിയാസ് ഉണ്ട് പറഞ്ഞ. എവിടെയായിരുന്നു? ഇവിടെ ആയിരുന്നല്ലോ, ഫ്രണ്ടിലാണ്. മുന്നോട്ട് പോയിട്ട് എനിക്കിവിടെ കറണ്ട് പോകാനുള്ള ചാൻസ് ആണ് കൂടുതൽ കേട്ടാ. നീ നിന്റെ കറണ്ട് പോയാൽ നിന്നെ അപ്പഴേ ലുലു, ഞാൻ ഈ ലൈവ് കാണുന്നതിൽ ഒരു 50 പേരെങ്കിലും ആ ഏരിയയിൽ എറണാകുളത്തുണ്ടാവും. അവരെ വിട്ട് തല്ലിക്കും ഞാൻ നിന്നെ ഉറപ്പായിട്ട്. ലുലു കണ്ട അപ്പ അടിക്കാൻ പറയും നിന്നെ. ഒരു തക്കുടു ആവാ അസോസിയേറ്റ്സ്. നീ ഇതുവരെ ഇത് കണ്ടില്ല? നമ്മളിതുവരെ കണ്ടിട്ടില്ല. ഓ ജോക്കി എന്നാ, ജോക്കിയുടെ ഓഫീസൊക്കെ ഉണ്ട് താഴെ വാ.